നമസ്കാരം. ചക്രവ്യൂഹത്തിൽപ്പെട്ടു പോയ അവസ്ഥയിലാണ് ട്രംപ്. എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാലും കടക്കാനുള്ള വഴികളൊന്നും ട്രംപിന് മുന്നിൽ തുറക്കുന്നില്ല. സ്വയം കുഴിച്ചുവെച്ച കുഴികളാണ്. എന്നാൽ അതിൽ ഏതൊക്കെയാണ് വാരിക്കുഴികളെന്നും ഏതിലൊക്കെ എന്തൊക്കെയാണ് നിറച്ചിരിക്കുന്നതെന്നും ട്രംപിന് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കുമേൽ അമിത താരിഫ് ചുമത്തിക്കൊണ്ട് തന്റെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങളൊക്കെ ട്രംപിന് മറുവശത്ത് തിരിച്ചടിയായാണ് മാറിയത്. ട്രംപ് അമേരിക്കൻ നിയമങ്ങളിൽ വരുത്തിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് നല്ല പണി കൊടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. എന്നാൽ നിയമങ്ങളിലെ പഴുതുകളൊക്കെ ട്രംപിന് വലിയ തോതിൽ തിരിച്ചടിയായി മാറുകയും അമേരിക്കയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷട്ട് ഡൗൺ അടക്കമുള്ള വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ അമേരിക്കയിൽ സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലും വിദ്യാർത്ഥികൾക്കും സർവകലാശാലകൾക്കും മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അടച്ചുപൂട്ടൽ ഭീഷണി ഇപ്പോൾ ട്രംപിന് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് ഒടുവിൽ ഡൊണാൾഡ് ട്രംപ്. സർവകലാശാലകൾ അടച്ചുപൂട്ടുമെന്ന സൂചന ലഭിച്ചതോടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പ എടുത്ത അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വായ്പകളിൽ ഇളവ് അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം 2 ദശലക്ഷം വിദ്യാർത്ഥി വായ്പകൾ എഴുതിത്തള്ളാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പ് വായ്പ എഴുതിത്തള്ളുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. വായ്പ എഴുതിത്തള്ളുന്നത് വൈകിപ്പിച്ച് വായ്പക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുവെന്ന് ആരോപിച്ച് ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ് നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. ഡിസംബറിന് ശേഷം എഴുതിത്തള്ളൽ നടന്നാൽ നികുതി നിയമത്തിലെ മാറ്റങ്ങൾ കാരണം വായ്പക്കാർക്ക് അപ്രതീക്ഷിതമായ നികുതി നേരിടേണ്ടി വരുമെന്ന് യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് വർഷങ്ങളായി തിരിച്ചടവ് നടത്തുന്നവർക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകും. ഗവൺമെന്റ് ഷട്ട് ഡൌണിനെ തുടർന്ന് വായ്പ ഇളവ് നിർത്തിവെച്ചേക്കുമെന്ന് ഗുണഭോക്താക്കൾക്കിടയിൽ ആശങ്കയുണ്ടായിരുന്നു. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം 300 യോഗ്യമായ തവണകൾ അടച്ചവർക്ക് പൂർണ്ണമായ വായ്പാ ഇളവിന് അർഹതയുണ്ട് എന്നാണ് നിയമം. യോഗ്യതാ സ്ഥിരീകരണം സംബന്ധിച്ച ഇമെയിലുകൾ വായ്പാ ഗുണഭോക്താക്കൾക്ക് നേരിട്ടയക്കും. ഇവയിൽ തുടർ നടപടികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. വായ്പാ ഇളവിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഒക്ടോബർ 21 ശേഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലോൺ സർവീസർമാർ വരും ആഴ്ചകളിൽ അക്കൗണ്ടുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇളവ് വേണ്ട എന്ന് വെക്കാൻ തീരുമാനിക്കുന്നവർക്ക് ഒക്ടോബർ 21 മുൻപ് ലോൺ സർവീസറുമായി ബന്ധപ്പെടണം. ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം ഫെഡറൽ വിദ്യാർത്ഥി വായ്പകൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 2 ദശലക്ഷം ആളുകൾക്ക് അവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സാധ്യതയുണ്ട്. യോഗ്യത നേടുന്നതിന് വായ്പാ ഗുണഭോക്താക്കൾ 300 യോഗ്യമായ തവണകൾ അടച്ചിരിക്കണം എന്നതാണ് നിബന്ധന. യോഗ്യത സംബന്ധിച്ച സന്ദേശം വിദ്യാഭ്യാസ വകുപ്പ് ഇമെയിൽ മുഖേന അറിയിക്കും. നിങ്ങളുടെ ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് പദ്ധതി പ്രകാരം ആവശ്യമായ തവണകൾ അടച്ചു തീർത്തതിനാൽ നിങ്ങളുടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പ ഭാഗികമായോ മുഴുവനായോ എഴുതിത്തള്ളാൻ യോഗ്യരായിരിക്കുന്നു എന്നിങ്ങനെയാകും മെയിൽ സന്ദേശം എന്നാണ് റിപ്പോർട്ട്. യോഗ്യരായവരുടെ വായ്പാ ഇളവ് പ്രക്രിയ ഒക്ടോബർ 21 ശേഷം ആരംഭിക്കും. ഈ സമയത്താണ് ലോൺ സർവീസർമാർ റദ്ദാക്കൽ പ്രോസസ് ചെയ്യാൻ തുടങ്ങുന്നത്. പ്രോസസിംഗിന് ആഴ്ചകൾ എടുത്തേക്കാം. വായ്പാ ഗുണഭോക്താക്കൾ ഏതെങ്കിലും അപ്ഡേറ്റുകൾ ട്രാക്ക് ചെയ്യാൻ അവരുടെ ഫെഡറൽ വിദ്യാർത്ഥി വായ്പ അക്കൗണ്ടിൽ പതിവായി ലോഗിൻ ചെയ്യണം. ഫെഡറൽ സ്റ്റുഡന്റ് എയ്ഡ് വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ഫോർഗീവ്നെസ് സ്റ്റാറ്റസ് പരിശോധിക്കാനാവും. വെബ്സൈറ്റിൽ പ്രവേശിച്ച് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസും വായ്പാ ഇളവിനായി പ്രോസസ് ചെയ്യുന്നുണ്ടോ എന്നതും കാണിക്കും. എലിജിബിൾ ഫോർ ഡിസ്ചാർജ് അല്ലെങ്കിൽ പ്രോസസിംഗ് പോലുള്ള അപ്ഡേറ്റുകൾ നോക്കി ഫോർഗീവ്നെസ് സ്റ്റാറ്റസ് പരിശോധിക്കാം. അമേരിക്കൻ റെസ്ക്യൂ പ്ലാൻ പ്രകാരം എഴുതിത്തള്ളിയ ഫെഡറൽ വിദ്യാർത്ഥി വായ്പകൾ ഡിസംബർ 31 വരെ ഫെഡറൽ നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം എഴുതിത്തള്ളുന്ന ഏതൊരു വായ്പയും നികുതിക്ക് വിധേയമായേക്കാം. വായ്പ എഴുതിത്തള്ളൽ പ്രഖ്യാപനം വർഷങ്ങളായി പണം അടച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും വലിയ ആശ്വാസകരമാണ്. വായ്പാ തിരിച്ചടവ് ഇല്ലാതാകുന്നത് സാമ്പത്തികമായ ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കും. കൂടാതെ കുടുംബങ്ങൾക്ക് പണം ലാഭിക്കാനും നിക്ഷേപം നടത്താനും മറ്റു പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച